വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന വിജയ് തൃഷ ബന്ധം. ഇന്നലെ വിജയും തൃഷയും ഒരുമിച്ച് തമിഴ്നാട്ടിൽ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഫംഗ്ഷനിൽ എത്തിയായിരുന്നു. അതും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡ്രസ്സ് ധരിച്ച്. അവരുടെ ആ ഫംഗ്ഷൻ എത്തിയതൊക്കെ ഇത്ര ഒരു ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചയാക്കേണ്ട കാര്യമുണ്ട്. അതായത് നിലവിലിപ്പോൾ വിജയുടെ ഭാര്യ സംഗീത ഒരു ഡിവോഴ്സൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കാൻ നേരത്ത് ഇവർ ഒരുമിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ആ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ വന്നതും ഒരേ ഡ്രസ്സ് ധരിച്ച് വന്നതും എല്ലാം ഒരു ആർക്കൊക്കെ ഉള്ളൊരു മറുപടി അല്ലേ എന്നുള്ള ഒരു കാര്യം നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ഇത് സംഗീതയുടെ മാത്രം ഒരു ചിന്താഗതിയാണോ ഈ വിജയ് തൃഷ ഉള്ള ആരോപണം? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയ്ക്ക് വിവാദങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഈ രണ്ട് പേരും ഒരുമിച്ച് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം കാണണ്ടേ? അവരുടെ വെറുതെ ഉള്ള ഒരു ബന്ധങ്ങളെപ്പോലും വളച്ചൊടിച്ച് നശിപ്പിക്കുന്ന പോലെ അല്ലേ എന്നുള്ളൊരു മറുപടിയായിട്ടല്ലേ ഇങ്ങനെ എത്തിയത് എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് വയ്ക്കുക. ഇത്രയേറെ വിവാദങ്ങളൊക്കെ നിൽക്കാൻ നേരത്ത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരു പാർട്ടി പ്രവർത്തകൻ, തെന്നിന്ത്യയിലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഇത്രയും നാളെ സിനിമ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇങ്ങനെ വരേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഈ ഒരു വരവിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൗഹൃദങ്ങളെയും അവരുടെ ഒരു അടുപ്പത്തിനെയും തെറ്റായ രീതിക്ക് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതായിട്ട് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സംഗീത വിജയ് എന്ന് പറയുന്ന വിജയുടെ വൈഫ് ആരോപിക്കുന്ന ഈ ഒരു ആരോപണത്തിൽ പോലും എന്തുമാത്രം ഒരു തെറ്റാണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു പക്ഷേ സംഗീത ഡിവോഴ്സിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു നായികയുമായിട്ടൊരു ബന്ധമുണ്ട് എന്നും കൂടെ പരാമർശിക്കുന്നുണ്ട്. വിജയ് മറ്റു നായികയുടെ ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ മോശം ബന്ധമാണോ അല്ലെങ്കിൽ മോശം ബന്ധമല്ലേ എന്നുള്ള കാര്യം ചിന്തിക്കണം. ചിലപ്പോൾ സൗഹൃദമാകാം, ചിലപ്പോൾ ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, ഒരുമിച്ചുള്ള പോക്കായിരിക്കാം, ലൈക്ക് എ വൈഫ് എന്ന രീതിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെന്നതായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഒരു സൗഹൃദങ്ങളെപ്പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതി എന്നാണ് പറയേണ്ടത്. ഇത് ശരിക്കും സംഗീതയ്ക്ക് പറ്റിയൊരു അബദ്ധമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനൊരു അബദ്ധമാണെങ്കിൽ ഒരാളുടെ തൃഷയുടെ ഒരു പേര് ദോഷത്തിൽ തന്നെ പോലും കാരണമാകുന്നൊരു സംശയമായിരിക്കും ഈ ഒരു കാര്യം. അവർ ഒരുമിച്ച് വന്നു, ഒരു ഡ്രസ്സിട്ട് വന്നു, വിവാദങ്ങളും വിമർശനങ്ങളെ അവർ പേടിക്കുന്നില്ല എന്നുള്ളതാണ്. പേടിക്കുന്ന മാത്രമല്ല, ഈ പറയുന്നവരെ മുമ്പിലേക്ക് നമ്മൾ ഒരുമിച്ചൊരു സൗഹൃദമോ എന്തോ നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ഈ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ ഒരു വിമർശനങ്ങൾക്കും വിഷയങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കൊണ്ടിരിക്കുകയാണത്. സംഗീതയെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ വിജയനെ ഈ ഒരു വിഷയം വെച്ച് എതിർക്കുന്നുണ്ട്. അവരുടെ ഭാഗം തെറ്റില്ല, അവരുടെ സൗഹൃദമാണെന്ന് പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. ഇതിലിപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള കണ്ടുപിടുത്തം നമുക്ക് ഭയങ്കര ഡൗട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പം വിജയും തൃഷയും ഈ വന്ന ഈ ഒരു സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു സൗഹൃദ ബന്ധങ്ങൾ ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരിക്കാം ഈ ഒരു ആരോപണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കണക്ക് DMKയുടെ നേതാവ് സ്റ്റാലിൻ അങ്കിൾ വെരി വെരി റോങ് അങ്കിൾ ഈ പുള്ളിക്കാരൻ കിടന്ന് കളിക്കുന്ന എന്തെങ്കിലും കളി ആയിരിക്കാം. വിജയ്ക്ക് ഇപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്താലും ഒരു തടസ്സം, എതിർപ്പ്, അങ്ങനെയൊക്കെ ആ ഒരു കാരൂർ അപകടം തന്നെ ഉദാഹരണം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വാശിയെ തകർക്കാൻ വേണ്ടി ഇനി ഏതറ്റം വരെ പോകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനത അല്ലെങ്കിൽ പാർട്ടി അംഗം അല്ലെങ്കിൽ നേതാവ്, ഇവരുടെയൊക്കെ ഒരു ഗെയിം പ്ലേ ആയിരിക്കാം ഇവിടെ കണ്ടത്. സംഗീത വിജയം കൂടെ ഇതിനെ കൂട്ടു നിൽക്കുന്നുള്ള കാര്യങ്ങൾ സ്വപ്നത്തെ പോലെ ഇവിടുത്തെ ജനങ്ങളോ നമ്മളോ ആരും കരുതിയ പോലുമില്ല. എന്തൊക്കെ പറഞ്ഞാലും വിജയ് തൃഷ ബന്ധങ്ങളിലെ ആഴം എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഈ പറയപ്പെടുന്ന പോലത്തെ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കിട്ടണം. ഇനി സംഗീത വിജയ് ആരായാലും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഇതൊക്കെ ആരോപണങ്ങളാണോ എന്ന കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. സോ എന്തൊക്കെ പറഞ്ഞാലും വിവാദങ്ങളും വിമർശനങ്ങളും നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് ക്യാമറയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഇവരുടെ ഒരു സമ്മതിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പറയപ്പെടുന്ന ഒരു ബന്ധമോ അല്ലെങ്കിൽ വിമർശകരെ പോലും ഇവർ പേടിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി വിജയ്യുടെ വൈഫ്
ഓർ വിജയ്, ഇവരുടെ ഡിബേറ്റ് സംബന്ധപ്പെട്ട ഒരു കേസിന് ക്ലാരിറ്റി എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയുള്ളൂ. സൗഹൃദങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം വിജയ് തൃഷ ബന്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ നല്ല സൗഹൃദമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി അറിയാം. ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ.